ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഡെക്കറേഷൻസ് മാത്രമല്ല, റെസിപ്പി കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പലരും പറയാറുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടൊരു റെസിപ്പി ചെയ്താൽ കൊള്ളാമെന്ന് തോന്നിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യണത് അനാർ കേക്കാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അനാർ കേക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അനാർ കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 അനാറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ സീഡ്സാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 2.5 കപ്പോളം അനാറുണ്ടായിരിക്കും. നമ്മൾ കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2.5 കപ്പോളം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 2.5 കപ്പ് സീഡ്സ് എടുക്കുക, അല്ലെങ്കിൽ ഒരു 4 മീഡിയം സൈസിലുള്ള അനാർ എടുക്കുക. ഇനി ഇതിനെ ഒന്ന് ജ്യൂസാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ഉള്ളിൽ ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ബാക്കിയുള്ളതാണ് ഇപ്പോൾ ഇവിടെ ജ്യൂസാക്കണത്. ഇതിൽ ഞാൻ വെള്ളമൊന്നും ചേർക്കണില്ല, വെള്ളം ചേർക്കാതെ ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഷുഗർ നമുക്കിപ്പോൾ എത്ര മധുരം വേണോ അതിനനുസരിച്ച്, ഇപ്പോൾ അനാർ എടുക്കണ അനാർ മധുരം ഉള്ളതാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് കുറച്ച് കൊടുക്കുക, അല്ലെങ്കിൽ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ മധുരം കൂട്ടി കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ജ്യൂസ് ആക്കിയിട്ട് വന്നതിൻ്റെ ശേഷം കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇപ്പോൾ ഇതിനെ ഞാനിവിടെ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് തിക്കാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കോൺഫ്ലോറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് തിക്കായിട്ടാണ് നമുക്ക് വേണ്ടത്, ഇതുപോലെ ലൂസായിട്ടല്ല. എന്നിട്ട് ഇതിനെ ഒന്ന് ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ ഒരു കോൺഫ്ലോർ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, കട്ട പിടിക്കാതെ മിക്സ് ചെയ്യുക. പിന്നെ ചൂടായി കഴിഞ്ഞതിന് ശേഷം കോൺഫ്ലോർ ആഡ് ചെയ്യുമ്പോൾ കട്ട പിടിക്കും കേട്ടോ. അപ്പം ആദ്യം തന്നെ കോൺഫ്ലോർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അലിഞ്ഞതിൻ്റെ ശേഷം വേണം ചൂടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനെ നമുക്കൊരു കട്ടിയുള്ള പാത്രത്തിൽ ഒഴിച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതിനെ കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് അടിയിൽ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിങ്ങനെ ഒന്ന് റെഡിയായി വരുന്ന ആ ഒരു സമയത്ത് ഇതിൻ്റെ കളറ് ചേഞ്ചായി വരും. അപ്പോൾ ഞാൻ ഒന്ന് ശ്രദ്ധ മാറിയപ്പോൾ ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇങ്ങനെ ശ്രദ്ധിക്കുക, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിയിലൊന്ന് പിടിച്ചത് കാരണം വേറൊരു കളറായിട്ട് ഇതിൽ കാണണ്ടല്ലോ. ഇനി ഇതിനെ അരിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് അരിച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം വേണം എടുക്കാൻ കേട്ടോ. അപ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരും ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇപ്പോൾ ഇതുപോലെ തിക്കായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തിക്നെസ് നല്ലതായിരിക്കും, എന്നാലും ഇത് ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിന് നമുക്കിപ്പോൾ ഇത് ഡയറക്റ്റ് ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ റെഡ് കളറാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നല്ലതാണ് കേട്ടോ. ഈ റെഡും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു കേക്കിന് ആ ഒരു കളറും ഒക്കെ ആയിട്ട് ഉണ്ടായിരിക്കും. നമ്മൾ ഇത് കവർ ചെയ്യണ സമയത്ത്, കേക്കിനെ കവർ ചെയ്യണ സമയത്ത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് റെഡ് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ഒരു തുള്ളി മാത്രം കേട്ടോ. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കളർ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ആ കളറ് ഓരോ ഭാഗങ്ങളിലായിട്ട് ഉണ്ടായിരിക്കും കേട്ടോ. ഇപ്പോൾ നല്ല ഒരു കളറാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കണ അനാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരിക്കലും വൈറ്റ് കളർ പാടില്ല കേട്ടോ. വൈറ്റ് കളറൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേക്കിന് വേണ്ടിയിട്ടുള്ളത് വാനില സ്പഞ്ചാണ് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ വാനില സ്പഞ്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ബേസിക് സ്പഞ്ചൊക്കെ ചെയ്യാൻ എല്ലാവർക്കും അറിയണതല്ലേ. അപ്പോൾ അത് കാരണമാണ് ഞാനിപ്പോൾ സ്പഞ്ച് ചെയ്യണത് ഇതിൽ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് 5 ഇഞ്ച് സൈസിലാണ് ചെയ്തിട്ടുള്ളത്. 1/2 kg ആണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 1/2 kgൻ്റെ 2 കേക്കാണ് എനിക്കിപ്പോൾ ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് 2 കേക്കായിട്ടാണ്, 1/2 kgയിൽ 2 കേക്കായിട്ടാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സ്പഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ഞാൻ ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാനിവിടെ കേക്കിനെ ലെയർ ചെയ്യാണ്. ഫസ്റ്റ് ഞാൻ ബേസിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് ഒരു സ്പഞ്ച് വെച്ച് കൊടുത്തു. പിന്നെ അതിനെ ഈ ഒരു ഷുഗർ സിറപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഷുഗർ സിറപ്പിൽ കുറച്ച് അനാർ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്സ് ഇല്ലേ അനാറിൻ്റെ, അത് കുറച്ച് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിവിടെ നോർമൽ ക്രീം തന്നെ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതിനകത്ത് ആണ് നമുക്ക് ഫില്ലിങ്സ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഫില്ലിങ്സ് പുറത്ത് പോവാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു എന്താ പറയുക മുകളിലേക്കായിട്ട് ഒന്നിങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ ക്രീമിനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഫില്ലിങ്സ് ഇങ്ങനെ ലീക്കായി പോവും. അപ്പോൾ ഇനി ഞാനിതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ ഫില്ലിങ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ഇതിനൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് അനാറാണ് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ അനാറിട്ട് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ, അത് ഓപ്ഷണലാണ്. വേണമെന്ന് ഒന്നും കൂടി ഫ്ലേവർ കൂടാൻ വേണ്ടിയിട്ടാണ് അത് ഇട്ട് കൊടുക്കുന്നത്, നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. പിന്നെ വീണ്ടും ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു അനാറിൻ്റെ സിറപ്പും കൂടി ആയിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താ പറയുക ക്രീം അപ്ലൈ ചെയ്യുക, അതുപോലെ തന്നെ ഫില്ലിങ്സ് കൊടുക്കുക. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ലാസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഞാനൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് കൂളായതിൻ്റെ ശേഷമാണ് പിന്നെ ഫൈനൽ കോട്ടിങ് ചെയ്യണം. ഇപ്പോൾ ഈ ഒരു കേക്ക് നന്നായിട്ട് കൂളായിട്ടുണ്ട്. ഇനി ഇതിനെ ഞാനൊന്ന് ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫില്ലിങ്സ് ഇല്ലേ, അത് മുകളിലായിട്ട് നമ്മളൊന്ന് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫസ്റ്റ് ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ സാധാരണ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്ത പാത്രം തന്നെ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കുഴിഞ്ഞ പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു കേക്കിനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു അനാറിൻ്റെ ഫില്ലിങ്സ് ഇല്ലേ, ആ ഒരു ഗ്ലേസ് പോലെ ഉള്ളത് അത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് ഫുള്ള് കവർ ഇത് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തേക്കായിട്ട് പോവില്ല. നമ്മൾ എന്താ പറയുക കുറച്ച് വലിയ പാത്രം താഴെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ കേക്കിന് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മുകൾ ഭാഗത്തായിട്ട് കറക്റ്റ് റെഡ് കളറും താഴത്തേക്കായിട്ട് കുറച്ച് ലൂസായ കാരണം അങ്ങനെ ലൂസായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തിക്നെസ് കൂട്ടിയിട്ടാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫുള്ള് ഈ ഒരു കേക്ക് റെഡ് കളറ് കറക്റ്റ് റെഡ് കളറിൽ തന്നെ കിട്ടും. അപ്പോൾ ഇത് തിക്നെസ് ഒന്ന് കുറഞ്ഞ കാരണമായിരിക്കും ഇതുപോലെ വന്നിട്ടുണ്ടാവും കേട്ടോ. പിന്നെ താഴെ ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് അനാറ് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം വെച്ചതിൻ്റെ ശേഷം ഈ ഒരു കേക്കിനെ നന്നായിട്ട് കൂൾ ചെയ്തെടുക്കണം. എന്നാലും മുകൾ ഭാഗം നന്നായിട്ട് സെറ്റായി കിട്ടുള്ളൂ. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ലോണം കേക്ക് കൂളായിട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഗ്ലേസിങ് ആയിട്ടാണ് നമുക്കിപ്പോൾ മുകളിലായിട്ട് കിട്ടിയിട്ടുള്ളത്. ഗ്ലേസ് കേക്ക് പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു അനാറിൻ്റെ ഫില്ലിങ്സ് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ഈ ഒരു ഗ്ലേസ് ലുക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു അനാർ കേക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. പെട്ടെന്നുള്ള ഓർഡർ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരിക. ഈ ഒരു കേക്ക് നല്ല കൂളായിട്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ കേട്ടോ. കൂളിങ് കുറഞ്ഞു കഴിഞ്ഞാൽ മുകളിലുള്ളത് സെറ്റായി കിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ കേക്കിന് നെയിം എഴുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ
2 ഹാഫ് കെ ജിയിലാണ് ഇപ്പോൾ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് 5 ഇഞ്ച് സൈസിൽ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അതുപോലെ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്